കോട്ട പിളരുന്നോ എന്നാണ് ചോദ്യം. കോട്ട പിളരുന്നോ മധു? തളിപ്പറമ്പിലൊന്നും സംഭവിക്കാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ തളിപ്പറമ്പിൽ ജനിച്ച ഒരാളാണ്, സ്വാഭാവികമായും. അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 10,22,000 വോട്ടിന്റെ ഭൂരിപക്ഷം നിലവിലുണ്ട്. അതിന് മുൻപ് 40,000 വോട്ടുമായിരുന്നു. കഴിഞ്ഞ തവണയാണ് അത് 22,000-ലേക്ക് വന്നത്. 22,000 ഒരു ചെറിയ സംഖ്യയല്ല. ഒരു വിമത നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാറാൻ പര്യാപ്തമായ ഒരു സംഖ്യയല്ല 22,000 എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർക്ക് ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിന്ന് മാറ്റിക്കുത്തുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിയുമായി കലഹിക്കും, പാർട്ടിയുമായി പ്രശ്നങ്ങളുണ്ടാകും, ഈ പരാതികൾ പാർട്ടിയിൽ ഉന്നയിക്കും, പുറത്തും ഒരുപക്ഷെ ഉന്നയിച്ചു എന്നിരിക്കും. അതിലേറെയുള്ളവർ പാർട്ടിക്ക് പുറത്തു പോവുകയും ചെയ്യും. നമ്മൾ ഇന്ന് കാണുന്നവരൊക്കെ പാർട്ടിക്കാർ തന്നെയാണ്. അവർ വർഗവഞ്ചകരായി ജനിച്ചതൊന്നുമല്ല. അവർ പാർട്ടിക്കാർ തന്നെയാണ്. പാർട്ടി ചട്ടങ്ങളിൽ ഊന്നുനിന്ന് വളർന്നവർ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ ഇതല്ല ഇടത് എന്ന് ചിന്തിക്കുന്നു, അവർ പിളർന്നു പോകാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അതിനുള്ളിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അവർക്ക് ഈ മാറ്റിക്കുത്തൽ, പുറത്തു പോകൽ, പിളർന്നു പോകൽ ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ അവിടെ അടിസ്ഥാനപരമായി സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് വലിയ തോതിലുള്ള അസംതൃപ്തിയും പരാതികളും അതിൻ്റെ പ്രതിഫലനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പാർട്ടി അതിനെ അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. നോക്കൂ, ഇത് മാധ്യമങ്ങളുടെ മുറുമുറുപ്പ്, വലതുപക്ഷ മാധ്യമങ്ങളുടെ മുറുമുറുപ്പ്, പ്രതിപക്ഷത്തിൻ്റെ കുത്തിത്തിരിപ്പ്, ഇതിലൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല. ഇതിലൊന്നും നിൽക്കുന്ന ആ പരിധിക്കുള്ളിലോ പരിമിതിക്കുള്ളിലോ നിൽക്കുന്ന കാര്യമല്ല. അടിസ്ഥാനപരമായി പാർട്ടിക്കാരിൽ നിന്നാണ് ആ വിമർശനം ഉയർന്നു വന്നത്. ഓരോരുത്തരും ആ വിമർശനം അവരുടെ സമൂഹ മാധ്യമ പേജുകളിലൂടെയോ പാർട്ടി ഘടകങ്ങളിലോ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം എടുക്കുമ്പോൾ ആരാണ് പാർട്ടി എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ആരാണ് പാർട്ടി? അത് പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ നേതാക്കളും മാത്രം ഉൾക്കൊള്ളുന്നതല്ല, അവരും കൂടി ചേരുന്നതാണ്, അണികൾ കൂടി ചേരുന്നതാണ് പാർട്ടി. അവിടെ സ്വാഭാവികമായ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ രാഷ്ട്രീയ വിമർശനം എന്നല്ല കാണേണ്ടത്. അത് പാർട്ടിക്കുള്ളിലെ ജനാധിപത്യപരമായ അഭിപ്രായം എന്ന നിലയ്ക്ക് കാണുകയും പരിഗണിക്കുകയും വേണമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥി പി.കെ. ശ്യാമള എന്ന് പറഞ്ഞു കേട്ടാൽ, ഇപ്പൊ കണ്ണൂരിലെ ഘടകങ്ങൾക്കുള്ളിൽ അവർ പാർട്ടിക്കുള്ളിൽ വളർന്നു വന്ന് 10-40 വർഷത്തെ സംഘടനാ പ്രവർത്തനത്തിനുള്ളിൽ കൂടി വളർന്നു വന്ന ഒരു നേതാവ് തന്നെയാണ്. പി ദിവ്യ അങ്ങനെയാണ്. പക്ഷെ പുറത്തേക്ക് പി.കെ. ശ്യാമള എന്ന പേര് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് എന്തുമായിട്ടാണ്? ആന്തൂർ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെയാണ്. അപ്പോൾ അത് ഒരു ഇമേജാണ്. അതിൽ പാർട്ടി അവർക്കെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഇന്നിപ്പോൾ ടി.കെ. ഗോവിന്ദൻ പറയുന്നത്. അപ്പോൾ അതിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന്. ഇപ്പോൾ പാർട്ടി ഭാഷയിൽ പറയുകയാണെന്ന് വിചാരിച്ചോ, ജാഗ്രതക്കുറവ് വന്നിട്ടുണ്ട്, പര്യാപ്തമാണല്ലോ, വിമർശിക്കുന്നില്ല. ജാഗ്രതക്കുറവ് വന്നിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ പേര് പാർട്ടി എടുത്തു വെക്കുമ്പോൾ അവിടെ വിമർശനം വരുന്നുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യണമെന്നേ, അതിന് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്നേ. അതിൽ ഉയരുന്ന വിമർശനങ്ങൾ, ഇതിപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ 3 പേരൊഴികെയുള്ളവരെല്ലാവരും വിമർശനം ഉന്നയിച്ചു എന്നാണ് ടി.കെ. ഗോവിന്ദൻ പറയുന്നത്. ടി.കെ. ഗോവിന്ദൻ അത് പറയുന്നത് പുറത്തു പോയിട്ടല്ല, ആ കമ്മിറ്റിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ആരും അത് ഇതുവരെ നിഷേധിച്ചിട്ടുമില്ല. കെ രാഗേഷ് നിഷേധിച്ചിട്ടില്ല. ഇങ്ങനെയൊന്നും കമ്മിറ്റിയിൽ സംഭവിച്ചിട്ടില്ല, എല്ലാവരും ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ്, അങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പേര് പോകുന്നത് എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഇ.പി. ജയരാജനോട് ഇന്ന് മാധ്യമങ്ങൾ മൈക്ക് വെക്കുമ്പോൾ ഇ.പി. ജയരാജൻ ഒന്നും സംസാരിക്കുന്നില്ല. ഈ കേരളത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത് എം.വി. ജയരാജനാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഉച്ചയ്ക്ക് യോഗം നടന്നത്. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ പറയാൻ ഏൽപ്പിച്ച എം.വി. ജയരാജൻ അത് പറയുകയാണ്. ഇ.പി. ജയരാജന്റെ വീട്ടിലാണ് ഉച്ചയ്ക്ക് യോഗം ചേർന്നത്, ടി.കെ. ഗോവിന്ദൻ ഉണ്ടായിരുന്നു, അപ്പോഴും വാർത്താ സമ്മേളനം വിളിക്കാൻ പോവാണെന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി പാർട്ടി അറിയുന്നുണ്ടായിരുന്നു. അതൊരു സമവായത്തിലേക്ക് എത്തിക്കാനോ ചർച്ച നടത്താനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള സമവായ ചർച്ചകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തതിലുള്ള ആഴത്തിലുള്ള പിളർപ്പ് അവിടെ രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ടി.കെ. ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം ഒരു വിമതന്റെ വിയോജനക്കുറിപ്പ് എന്ന നിലയ്ക്ക് പാർട്ടി ഘടകങ്ങളിൽ പഠിക്കാൻ വെക്കാവുന്ന ഒന്നാണ്. എന്താണെന്നറിയാമോ? ആദ്യം തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല ചെയ്യുന്നത്. ഘട്ടം ഘട്ടമായി KSF-ലൂടെ KSYF-ലൂടെ വളർന്നു വന്ന, എം.വി. ഗോവിന്ദന് തൊട്ടു പിന്നാലെ വളർന്നു വന്ന, അതൊരു പ്രയോഗമാണ് കേട്ടോ, എം.വി. ഗോവിന്ദന് തൊട്ടു പിന്നാലെ പാർട്ടി ഘടകങ്ങളിൽ വളർന്നു വന്നത് ഞാനാണ്, പി.കെ. ശ്യാമള അല്ല എന്നാ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന, ഓരോ ഘടകങ്ങളായി ഏറ്റെടുക്കുന്ന, ശ്രീകണ്ഠാപുരം കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അങ്ങോട്ട് ചുമതലയേറ്റു പോകുന്ന 10-75 വയസ്സുള്ള, ഇതുവരെ ഒരു പാർട്ടിക്കാരനോടോ ഒരു നേതാവിനോടോ പോയി ഒരു സ്ഥാനത്തിനും ചോദിക്കാത്ത, പാർട്ടി വിരുദ്ധ പാർലമെന്ററി വ്യാമോഹത്തിന്റെ വക്താവായി വരുന്ന ആളല്ല ഞാൻ. 75 വയസ്സായിട്ട് ഞാൻ ഇതുവരെ ഈ പറയുന്ന പാർലമെന്ററി പരിപാടിക്ക് ഇറങ്ങിയിട്ടില്ല, ഒരു സീറ്റും ചോദിച്ച ഒരാളുടെ അടുത്തേക്ക് പോയിട്ടില്ല. എനിക്ക് അടുത്ത വർഷം ഘടകത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല.
ഞാൻ ഇതുവരെയും ഒന്നിനും പോയിട്ടില്ല, പക്ഷേ എനിക്കിതിൽ വിയോജിപ്പുണ്ട്, ഞാൻ വേണ്ടി വന്നാൽ മത്സരിക്കും, അതെൻ്റെ വിയോജിപ്പിൻ്റെ പ്രകടനമാണ്, എൻ്റെ പ്രതിഷേധമാണ് എന്ന നിലയ്ക്കാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന അതിനുശേഷം എന്താണ് പറയുന്നത്? പി കെ ശ്യാമളയുമായി ബന്ധപ്പെട്ട ആരോപണം എനിക്ക് നോക്കൂ, എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇതുവരെ ഒരഴിമതിയുടെയും പഴകിയിട്ടില്ലാത്ത നേതാവാണ്. ഇപ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ വിമർശിക്കുന്നുണ്ടാവും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് പഴയ RSS ബന്ധം ഒക്കെ വലിയ വിവാദമായ കാര്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അഴിമതി എന്നൊരു പഴി ഇതുവരെ കേട്ടിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട. കാശിൻ്റെ താല്പര്യമില്ല എന്നാ കണ്ണൂരിൽ പറയാ. മാഷിക്ക് കാശിൻ്റെ താല്പര്യമില്ല, ബാക്കിയുള്ളത് അപ്പോൾ പിന്നെ വേറെ ആർക്കും വഴിപ്പെട്ടു പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൊണ്ടാണ് പാർട്ടി സെക്രട്ടറി പദവിയിലേക്കൊക്കെ യാതൊരു തർക്കവും ചിന്തയും ഇല്ലാതെ അദ്ദേഹം കടന്നു വരുന്നത്. ആ മനുഷ്യനാണ് ഇന്ന് പഴിയേക്കുന്നത്. ഫണ്ടുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നൊരു കാര്യം എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ ടി കെ ഗോവിന്ദൻ ഉന്നയിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇനി പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അടുത്ത സ്ട്രൈക്ക് എവിടെയാണെന്ന് അറിയാമോ? അടുത്ത സ്ട്രൈക്ക് കൃത്യമായിട്ട് വരുന്നത് കുറേ ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ വനിതയാവണമെങ്കിൽ ജയസുകന്യ ആകട്ടെ, എന്താ ഒരു പാർട്ടിക്കാരന് നിഷേധിക്കാൻ കഴിയാത്തൊരു പേരാ. ജനകീയമാണ്, പാർട്ടി ഘടകങ്ങൾ ഇതുപോലെ പ്രവർത്തിച്ചു വന്ന ഒരാളാണ്. ജയസുകന്യ ആകട്ടെ. അപ്പോൾ അവിടെ ഒരു കൊട്ടിരിക്കുകയാണ്. AN ഷംസീറിന് ടേം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് AN ഷംസീറിനെ വേണമെങ്കിൽ മത്സരിപ്പിക്കാമല്ലോ. അപ്പോൾ അത് അടുത്ത കൊട്ട് വരികയാണ്. ശൈലജ ടീച്ചർ എന്തിനാ മാറ്റിയത്? നാട് കടത്തിയതല്ലേ. അപ്പോൾ അടുത്ത കൊട്ട് വരികയാണ്. അപ്പോൾ അതിന് പിന്നാലെ P ജയരാജൻ, ഈ അവസാനത്തെ ആണി എന്നൊക്കെ പറയില്ലേ, അതുപോലെ P ജയരാജനെ ഒതുക്കിയില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. നോക്കൂ, ഇതിപ്പം പാർട്ടിക്ക് കൃത്യമായി വിശദീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിലും ഈ നേതാക്കൾ ആരും ഇതുവരെ പരിഭവമോ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല എങ്കിലും ഇതൊക്കെ വിഷയങ്ങളാണെന്നേ. ആ വിഷയങ്ങളായി തൊട്ടുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം ഏതാണ്ട് 1 മണിക്കൂർ 20 മിനിറ്റ്, അതൊരു അരമണിക്കൂറിൽ നിർത്തിയിരുന്നെങ്കിലുണ്ടല്ലോ ഈ പ്രതിരോധത്തിലേക്ക്, പിന്നെ അവസാനത്തിലേക്കൊക്കെ വരുമ്പോൾ ടി കെ ഗോവിന്ദൻ കുറച്ച് പ്രതിരോധത്തിലേക്ക് പോകുന്നുണ്ട്. ഒരു അരമണിക്കൂറിൽ നിർത്തിയിരുന്നെങ്കിൽ ക്ലാസിക് വാർത്താ സമ്മേളനം എന്ന നിലയ്ക്ക് അത് പരിഗണിക്കപ്പെട്ടേനെ എന്നുള്ളതാണ്. ഈ തളിപ്പറമ്പിലെ അണികളിൽ നിന്നാണ് ഈ കടുത്ത വിയോജിപ്പും വിമർശനവും ഒക്കെ വന്നിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം പാർട്ടി ഘടകങ്ങളിലല്ല, തളിപ്പറമ്പിൽ ഓരോ കുടുംബവും ഓരോ പാർട്ടി ഘടകമാണെന്നേ, അവിടെയൊക്കെ ഈ വിഷയം ചർച്ചയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മലപ്പട്ടത്ത് നിന്നാണ് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എതിരാളിയില്ലാതെ ജയിച്ചു പോയ ഇടമാണ് മലപ്പട്ടം അടക്കം. 10-1 LDF തുടങ്ങുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്രയും സ്വന്തമാക്കിയിട്ട് അതൊക്കെ ഈ പാർട്ടി കോട്ടയിൽ നിന്നുകൊണ്ടാ. അവിടെ നിന്നാണ് ഈ വിമത നീക്കം ഉണ്ടാകുന്നത് എന്നത് പ്രധാനമാണ്. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച പ്രശ്നം TA മധുസൂദനുമായി ബന്ധപ്പെട്ട്, മധുസൂദനൻ മതി സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. എന്താ കാര്യം? വേണം, അതായത് പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ ആരോപിക്കാം. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ TA മധുസൂദനെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുന്നു. അപ്പോൾ പി കെ ശ്യാമളയോ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റുന്നു എന്ന് പറയേണ്ടി വരില്ലേ? അപ്പോൾ ആ നിലയ്ക്ക് ഒരു പാർട്ടിക്കാരനായി നിന്നുകൊണ്ട് ഇന്ന് ടി കെ ഗോവിന്ദൻ ഉന്നയിച്ച വിഷയങ്ങളിൽ കൃത്യമായ ക്ലാരിറ്റി അവിടെയുള്ള അണികൾക്ക്, ഏറ്റവും ചുരുങ്ങിയത് തളിപ്പറമ്പ് മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി കൊടുക്കുന്നത് നന്നായിരിക്കും. Meet the editors.